എങ്ങോട്ടേ യാത്ര? എന്തിന്? നോക്കി വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. എനിക്ക് പിന്നിൽ കാണുന്ന പെരിയാർ വാലി കനാലാണ്. ഇത് ഭൂതത്തങ്കെട്ടി എന്ന് പറഞ്ഞ വെള്ളമാണ് കേട്ടോ. എല്ലാ വേനൽക്കാലത്തും നിറഞ്ഞു വെള്ളം വരും. നമ്മൾ ഉൾപ്പെടെ പോയി നിന്ന് ഇതേപോലെയുള്ള ചെറിയ വെള്ളത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയിട്ട് നീന്തൽ പഠിപ്പിച്ചിരിക്കണം കേട്ടോ. കാരണം ഒരു കുട്ടി പോലും ഒരാൾ പോലും നീന്തൽ പഠിക്കാതെ ഇരിക്കാൻ പാടില്ല. എല്ലാവരും നീന്തൽ പഠിക്കണ്ട. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ അയൽപക്കത്തുള്ള കുട്ടികളൊക്കെ വെള്ളത്തിലേക്ക് ഉന്നേക്കുന്നത്. ഇപ്പം ഇത്തിരി വെള്ളം കുറവാണ് കേട്ടോ. നോക്കിയേ, ആ ഒരു വലിയ ലെവല് കണ്ട, ടോപ്പ് ലെവല്, അതുവരെ വെള്ളം ഇതിനകത്ത് എല്ലാ ആഴ്ചയിലും കയറി വരും. ഇത് വരുന്നത് ഭൂതത്തങ്കെട്ടുണ്ടല്ല, ഭൂതത്തങ്കെട്ട് ഡാമിൽ നിന്ന് വന്ന വെള്ളമാണ്. ഇത് എല്ലാ വർഷവും വേനൽക്കാലത്ത് നിറഞ്ഞു വെള്ളം വരും കേട്ടോ. ഈ വെള്ളം കൊണ്ടാണ് ഈ കിലോമീറ്റർ കണക്കിന് ഏരിയയിൽ കുടിവെള്ളം അതേപോലെ തന്നെ കൃഷിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം വരുന്നത്. ജലസമൃദ്ധമായിട്ടുള്ള ഒരു നാട്. എന്തുകൊണ്ട്? പെരിയാർ വാലി ഈ കനാലുള്ളത് കാരണം. ഈ കനാൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ നീന്തൽ പഠിച്ചത് തന്നെ ഈ വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങൾ ഈ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുവന്ന് നീന്തൽ പഠിപ്പിക്കുകയാണ്. ഇപ്പം ഇത്തിരി വെള്ളം കുറവാണ്, അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു മക്കളെ ഇപ്പം കൊണ്ടു ഇറക്കുന്നത്. ഇവരെ ഈ സമയത്ത് പഠിപ്പിച്ചാലാണ് ഇനി വലിയൊരു വെള്ളപ്പൊക്കം വന്നാലും എത്ര വലിയ വെള്ളം നമ്മുടെ നാട്ടിൽ കയറി വന്നാലും അതിനെയൊക്കെ അവർക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികളെ നമ്മൾ നീന്തൽ പഠിപ്പിച്ചിരിക്കണം.